ഡൽഹിയിൽ സ്ഫോടനം നടത്തിയ ഉമർ മുഹമ്മദാണ് വൈറ്റ് കോളർ ഭീകര സംഘത്തിന്റെ നേതാവെന്ന അന്വേഷണ ഏജൻസികൾ. ഡോക്ടർ മുസമ്മിൽ അറസ്റ്റിലായതിനു പിന്നാലെ ഉമർ മുങ്ങിയതായും പോലീസ് പറയുന്നു. ഡൽഹിയിൽ സ്ഫോടനം നടത്തിയ കാറിലുണ്ടായിരുന്നത് 70 കിലോയോളം അമോണിയം നൈട്രേറ്റ് ആണ്. സ്ഫോടനം നടത്തിയത് ഡിറ്റനേറ്ററോ ടൈമറോ ഉപയോഗിച്ചെന്ന് സൂചന. ബൽറാം നെടുങ്ങാടി ചേരുകയാണ് ഡൽഹിയിലെ ചെങ്കോട്ടയിൽ നിന്ന്. ബൽറാം, ഗുഡ് മോർണിംഗ്. ചെങ്കോട്ട ഇപ്പോൾ പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങുന്നു. അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? ഒപ്പം തന്നെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങൾ, എന്താണ് ഇതിന് പിന്നിൽ സംഭവിച്ചത്? ഇത്തരത്തിലുള്ള വൈറ്റ് കോളർ എക്കോസിസ്റ്റം അവിടെ നിലനിൽക്കുന്നുണ്ടോ? ഇത്തരം കാര്യങ്ങളിലൊക്കെ ഉള്ള ഒരു ചോദ്യങ്ങൾക്ക് ഇനിയും ഉത്തരം കിട്ടാനുണ്ടല്ലോ. ക്രിസ്റ്റീന, ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട സ്ഫോടനം നടന്ന സ്ഥലത്ത് ഇപ്പോഴും പരിശോധനകൾ തുടരുകയാണ്. ഇനി 2 ഘട്ട തെളിവ് ശേഖരണം കൂടി ഈ പ്രദേശത്തുണ്ടാകുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ഏജൻസികൾ അറിയിക്കുന്നത്. അതേസമയം ചെങ്കോട്ടയിൽ ഇന്നും പ്രവേശനം ഇല്ല. 13 വരെ ചെങ്കോട്ട അടച്ചിട്ടിരിക്കുകയാണ് എന്ന് ASI അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ചെങ്കോട്ടയ്ക്ക് സമീപമുള്ള ലാൽകില മെട്രോ സ്റ്റേഷനും നാളെ കൂടി അടച്ചിടും എന്നാണ് ഡൽഹി മെട്രോ അറിയിച്ചിരിക്കുന്നത്. അതേസമയം ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ പല നിർണായക വിവരങ്ങളും ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ വൈറ്റ് കോളർ ഭീകര സംഘത്തിന്റെ തലവനായി പ്രവർത്തിച്ചിരുന്നത് ഉമർ മുഹമ്മദ് ആയിരുന്നു എന്നും, ഒപ്പം തന്നെ ശ്രീനഗർ മെഡിക്കൽ കോളേജ്, അനന്ത്നാഗ് മെഡിക്കൽ കോളേജ്, കൂടാതെ അൽഫല സർവകലാശാല എന്നീ 3 ഇടങ്ങൾ കേന്ദ്രീകരിച്ച് ഇയാളോടൊപ്പം ജോലി ചെയ്തിരുന്ന ആളുകൾ അടക്കമുള്ളവരെ ഈ ഭീകര സംഘത്തിലേക്ക് കൊണ്ടുവന്നിരുന്നു എന്നും അവരുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നതും ഏകോപിപ്പിച്ചതും ഇയാളായിരുന്നു എന്നുമാണ് ഏജൻസികൾക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ഒപ്പം തന്നെ ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട സ്ഫോടനം നടന്ന കാറിൽ സ്ഫോടന സമയത്ത് ഉണ്ടായിരുന്നത് ഏതാണ്ട് 60 കിലോയ്ക്കും 70 കിലോയ്ക്കും ഇടയ്ക്കുള്ള അമോണിയം നൈട്രേറ്റ് ആണ് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഏജൻസികൾ ഇതുമായി ബന്ധപ്പെട്ട ഈ സ്ഫോടനം എന്നുള്ളത് ആസൂത്രിതമായ ഒരു ചാവേർ ഭീകരാക്രമണമല്ല, മറിച്ച് പരിഭ്രാന്തിയിൽ നടത്തിയ ഒരു ആക്രമണമാണ് എന്ന തരത്തിലുള്ള സൂചനകൾ നൽകിയിരുന്നു. അത് ശരിവെക്കുന്ന തരത്തിലുള്ള കൂടുതൽ തെളിവുകളാണ് ലഭിച്ചിരിക്കുന്നത്. അമോണിയം നൈട്രേറ്റിന്റെ സാന്നിധ്യം വലിയ അളവിൽ തന്നെ ഈ സ്ഫോടന സ്ഥലത്ത് നിന്നും കണ്ടെത്തിയ എങ്കിൽ പോലും IEDയുടെ സാന്നിധ്യം ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പരിശോധന നടത്തിയ ഏജൻസികൾ അറിയിക്കുന്നത്. എന്നാൽ ഈ കാര്യത്തിൽ ഇപ്പോഴും വിശദമായ പരിശോധനകൾ ഇവിടെ തുടരുകയാണ് എന്നും ഏജൻസികൾ അറിയിക്കുന്നുണ്ട്. ഈ അമോണിയം നൈട്രേറ്റ് അത് പൊട്ടിത്തെറിപ്പിക്കാൻ ഉപയോഗിച്ചത് ഡിറ്റനേറ്ററുകളോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ടൈമറുകളോ ആണ് എന്നാണ് പ്രാഥമിക നിഗമനം. അതേസമയം വയറുകളുടെയോ മറ്റ് എന്തിൻ്റെയെങ്കിലും സാന്നിധ്യം സാധാരണ നിലയിൽ ചാവേർ ബോംബാക്രമണങ്ങൾക്ക് ഉപയോഗിക്കാറുള്ള തരത്തിലുള്ള മറ്റ് സ്ഫോടക വസ്തുക്കളുടെ സാന്നിധ്യം ഇവിടെ നിന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഇതൊരു ആസൂത്രിതമായ ചാവേർ ആക്രമണമല്ല. മറ്റ് കൂട്ടാളികൾ എല്ലാം തന്നെ അറസ്റ്റിലാവുകയും താൻ ഉടനെ പിടിയിലാവുകയും ചെയ്യും എന്ന് കണക്കാക്കി പരിഭ്രാന്തിയിൽ നടത്തിയ ഒരു നീക്കമായാണ് ഏജൻസികൾ ഇതിനെ കണ്ടെത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ സ്ഫോടന സ്ഥലത്ത് കൂടുതൽ പരിശോധനകൾ, 2 ഘട്ട പരിശോധനകൾ കൂടി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ സ്ഫോടന സ്ഥലത്തു നിന്നും 40 എക്സിബിറ്റുകൾ, അത് ഈ പൊട്ടിത്തെറിച്ച കാറിന്റെ അവശിഷ്ടങ്ങൾ, സ്ഫോടക വസ്തുക്കൾ അടങ്ങിയ മറ്റ് അവശിഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള 40ഓളം സാമ്പിളുകൾ, എക്സിബിറ്റുകൾ ഇതുവരെ നാഷണൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിൽ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. കൂടുതൽ തെളിവുകൾ ഈ പ്രദേശത്ത് നിന്നും കണ്ടെത്തുന്ന മുറയ്ക്ക് അയക്കുമെന്നും ഏജൻസികൾ വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ 2 വെടിയുണ്ടകൾ കൂടി ഈ സ്ഫോടനം നടന്ന സ്ഥലത്തു നിന്നും ഏജൻസികൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ വൈറ്റ് കോളർ ഭീകര സംഘവുമായി ബന്ധപ്പെട്ടുകൊണ്ടും കൂടുതൽ വിവരങ്ങൾ ഏജൻസികൾക്ക് ലഭിച്ചിരിക്കുന്നു. വിവിധ ഇടങ്ങളിൽ ഈ ഉമർ മുഹമ്മദ് ജോലി ചെയ്തിരുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്നവർ ആണ് ഈ സംഘവുമായി ബന്ധപ്പെട്ട് ഇതുവരെ അറസ്റ്റിലായിരിക്കുന്നവർ എന്ന് ഏജൻസികൾ സ്ഥിരീകരിക്കുന്നുണ്ട്. അതിൽ 3 പേർ ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നത് ഹരിയാനയിലെ അൽഫല മെഡിക്കൽ കോളേജിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും കഴിഞ്ഞ ദിവസം പ്രിൻസിപ്പൽ അടക്കമുള്ള 52 പേരെ ഏജൻസികൾ ചോദ്യം ചെയ്തിരുന്നു. ഡൽഹി പോലീസിന്റെ നേതൃത്വത്തിലാണ് ഈ ചോദ്യം ചെയ്യൽ. 2 പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അവരെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണ് എന്നും ഡൽഹി പോലീസ് വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ഉമർ മുഹമ്മദ് ഈ സ്ഫോടനം നടത്തുന്നതിന് തൊട്ടു മുമ്പായി ഇയാളാണ് വാഹനം ഓടിച്ചിരുന്നത് എന്ന നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോഴും ഏജൻസികൾ. അതിന് ഉറപ്പ് അല്ലെങ്കിൽ അത് സ്ഥിരീകരിക്കണമെങ്കിൽ ശാസ്ത്രീയ തെളിവുകൾ, കുടുംബാംഗങ്ങളുടെ DNA പരിശോധന ഉൾപ്പെടെ നടത്തി തെളിയിക്കേണ്ടതുണ്ട്. ആ പരിശോധനകൾ നടന്നു വരികയാണ്. ഈ ഉമർ മുഹമ്മദ് കാറുമായി ഈ സർവകലാശാല പരിസരത്ത് നിന്നും രാത്രി 2 മണിയോടെ ആ പരിസരത്ത് നിന്നും ഇയാളെ കണ്ടെത്തിയതായി CCTV
CCTV ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. അതിനു മുമ്പ് സ്ഫോടനത്തിന് മുമ്പായി 11 മണിക്കൂറോളം സമയം ഡൽഹിയിൽ ഇയാൾ ഉണ്ടായിരുന്നു ഈ വാഹനത്തിൽ എന്ന് CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട്. സ്ഫോടനം നടത്തുന്നതിന് മുമ്പായി തന്നെ ഡൽഹിയിലെ തിരക്കേറിയ പലയിടങ്ങളിലും ഇയാൾ ഈ കാറുമായി സഞ്ചരിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനം ഡൽഹിയിലെ തിരക്കേറിയ മറ്റൊരു ഇടമാണ് കൊണാട്ട് പ്ലേസ് പോലീസ് സ്റ്റേഷൻ പരിസരം എന്നുള്ളത്. സമീപത്തായി ഹനുമാൻ ക്ഷേത്രം അടക്കമുള്ള വലിയ പാർക്കിംഗ് മേഖലയുള്ള പ്രദേശമാണ്. ഇവിടെയും ഇയാൾ ഉച്ചയോടെ 2 മണിയോടെ ഇയാളുടെ വാഹനം ഇവിടെ കണ്ടെത്തിയതായി CCTV ദൃശ്യങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ട്. സമാനമായി എവിടെയെല്ലാം ഇയാൾ സന്ദർശിച്ചു എന്നതുമായി ബന്ധപ്പെട്ട ലഭ്യമായ മുഴുവൻ CCTV ദൃശ്യങ്ങളും ഡൽഹി പോലീസിന്റെ പ്രത്യേക സംഘം ഇതിനകം ശേഖരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കേണ്ടതായിട്ടുണ്ട്. അതിലൊക്കെ അന്വേഷണം നടക്കുകയാണ് എന്ന് കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാ യോഗവും ചേരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.